എന്താണ് മോക്ക് ഡ്രിൽ? മോക്ക് ഡ്രിൽ ഇപ്പോൾ നടത്തേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ഒരു മിലിറ്ററി ഓപ്പറേഷന് മുന്നെയോ ഒരു യുദ്ധമുണ്ടാകുമെന്ന് ബോധ്യപ്പെടുകയോ ചെയ്താൽ ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കാറുള്ളത്. 1971 ശേഷം വീണ്ടും ഇന്ത്യയിൽ പ്രതിരോധ മുന്നറിയിപ്പുമായി മോക്ക് ഡ്രില്ലുകൾ. പെട്ടെന്നുണ്ടാകുന്ന സൈനിക നീക്കത്തിലോ വ്യോമാക്രമണത്തിലോ നമ്മൾ എന്തു പ്രതിരോധം സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ മോക്ക് ഡ്രില്ലിന്റെ പ്രധാന ഉദ്ദേശം. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളാവുന്ന സാഹചര്യത്തിലാണ് മോദി സർക്കാരിന്റെ ഈ തീരുമാനം. വൈകുന്നേരം 4 മണിക്കാണ് മോക്ക് ഡ്രിൽ ആരംഭിക്കുക. 4 മണി മുതൽ 30 സെക്കൻഡ് ഹാർട്ട് സൈറൻ 3 വട്ടം മുഴങ്ങും. സൈറൻ ശബ്ദം കേൾക്കുന്ന ഇടങ്ങളിലും കേൾക്കാത്ത ഇടങ്ങളിലും 4:02-നും 4:29-നും ഇടയിലാണ് മോക്ക് ഡ്രിൽ നടത്തുക. കേന്ദ്ര നിർദ്ദേശമനുസരിച്ച് സൈറൻ ഇല്ലാത്ത ഇടങ്ങളിൽ ആരാധനാലയങ്ങളിലെ അനൗൺസ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാം. 4:28 മുതൽ സുരക്ഷിതമെന്ന സൈറൻ 30 സെക്കൻഡ് മുഴങ്ങും. സൈറനുകൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നേരിട്ടാവും പ്രവർത്തിപ്പിക്കുക. ജീവന് അപകടമുണ്ടാക്കുന്ന തരത്തിൽ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്താനും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശമുണ്ട്. സിവിൽ ഡിഫൻസ്, ആപ്താമിത്ര എന്നിവരുടെ വിന്യാസം അഗ്നിരക്ഷാസേനയുമായി ആലോചിച്ച് നടപ്പാക്കാനും നിർദ്ദേശമുണ്ട്. ജില്ലാ കളക്ടർമാരും ജില്ലാ ഫയർ ഓഫീസർമാരുമാണ് നേതൃത്വം നൽകുന്നത്. ജനങ്ങൾക്കും ഇതിനെക്കുറിച്ച് ധാരണയുണ്ടാകണം. ഓഫീസിലാണ് എന്നുണ്ടെങ്കിൽ മുകളിലെ നിലയിൽ നിൽക്കാതെ താഴത്തെ നിലയിലേക്കോ പാർക്കിങ്ങിലേക്കോ മാറണം. യുദ്ധമുണ്ടായാൽ വ്യോമാക്രമണത്തിന് ജനങ്ങളെ ജാഗരൂകരാക്കാൻ എയർ റെയ്ഡ് വാർണിംഗ് സംവിധാനങ്ങൾ നടപ്പിലാക്കും. കേരളത്തിൽ തിരുവനന്തപുരത്തും എറണാകുളത്തുമാണ് പ്രധാനമായും മോക്ക് ഡ്രിൽ നടത്തുക. ശത്രുരാജ്യം വ്യോമാക്രമണം നടത്താൻ ശ്രമിച്ചാൽ വിവരം ലഭിക്കുക വ്യോമസേനകൾക്കായിരിക്കും. വ്യോമസേനയാണ് വിവിധയിടങ്ങളിലെ കൺട്രോൾ റൂമുകളിലേക്ക് സന്ദേശം നൽകുക. ആശയവിനിമയം നടത്താൻ ഹാം റേഡിയോയുടെയും മാധ്യമങ്ങളുടെയും സഹായം തേടും. തുടർന്ന് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ച് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും. കേരളത്തിൽ ഏറെ നാളുകൾക്കുള്ളിൽ ആദ്യമായാണ് സിവിൽ ഡിഫൻസ് നടത്തുന്നത്.